കൃഷ്ണശങ്കർ എന്നാണ് അനിയൻ്റെ പേര്. കിച്ചു എന്ന് വിളിക്കും. പ്രേം സിനിമയിലെ കോയ. ദാറ്റ്സ് മൈ ബ്രദർ. അല്ല, അപ്പൊ സോറി ടു ബ്ലോക്ക് യു. അപ്പൊ ആരാണ് ഫസ്റ്റ് സിനിമയിൽ വരുന്നത്? ഫസ്റ്റ് സിനിമയിൽ വന്നത് അവൻ തന്നെയാണ്. ആളാണ്. ഓക്കെ. കാരണം അവൻ ക്യാമറ അസിസ്റ്റന്റ് ആയിരുന്നു ആദ്യം ബിഫോർ ആക്ടിങ്. അവരുടെ ആയിരുന്നു അവരെല്ലാവരും ഫ്രണ്ട്സ് ആയിരുന്നു. കിച്ചു, ശബരി, സിജു, ഷറഫ്, അൽഫോൺസ്. അപ്പൊ ഇവരെല്ലാവരും ഒരുമിച്ച് പഠിക്കുകയും അവിടെ ആദ്യം തന്നെ എല്ലാവരും ഒരുമിച്ച് തന്നെയായിരുന്നു. അപ്പോൾ ആ സമയത്ത് കിച്ചു ക്യാമറ പഠിക്കാനും ഒക്കെ ആയിട്ട് പോവുകയും പിന്നീട് മനോജ് പിള്ളയുടെ കൂടെ അസിസ്റ്റന്റ് ക്യാമറമാനായിട്ടാണ് സിനിമയിൽ അവൻ തുടങ്ങുന്നത്. രതി നിർവേദം, ബാബുട്ടിയുടെ നാമത്തിൽ, റെഡ് വൈൻ, അതിലൊക്കെ അവൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നേരം സംഭവിക്കുന്നത് അൽഫോൺസിന്റെ. അതിൽ മാണിക് എന്ന് പറയുന്ന ക്യാരക്ടർ. ലെറ്റ്സ് ഗോ ഫോർ എ കോഫി ചാറ്റ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പ്രേമം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എല്ലാവരും സെറ്റായി. അനിയന്റെ ഒരു വളർച്ച പെട്ടെന്ന്, അതായത് കണ്ണടച്ച് തുറക്കുമ്പോഴത്തേക്കാണ് കിച്ചുവിന്റെ ഒരു ഫെയിം എന്ന് പറയുന്നത് അല്ലേ? തന്നെ രാത്രിക്ക് എല്ലാവരും കിച്ചുവിനെയും ഇവരൊക്കെ എനിക്ക് പേഴ്സണലി അറിയാവുന്ന. അപ്പൊ എല്ലാവരും ഭയങ്കര അവരെല്ലാവരും ഹാപ്പി മൂഡ്, ഹാപ്പി സീൻ, നമുക്ക് ഹാപ്പി, എല്ലാവർക്കും ഹാപ്പി. കാരണം ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ലുലുലായിരുന്നു പ്രേമത്തിന്റെ 100ാമത്തെ ദിവസം നമ്മളെല്ലാവരും ഒരുമിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ അന്ന് എല്ലാവരും ഉണ്ടായിരുന്നു. അൽഫോൺസ് എല്ലാവരും നമ്മളെല്ലാ ടീമും കൂടി ഒരുമിച്ചാണ് പോയിട്ടുണ്ട്. ഡയറക്ടേഴ്സും അസിസ്റ്റൻസും എല്ലാവരും, സന്ദീപ്, അവരൊക്കെ. അപ്പോൾ ഇത് നമുക്ക് കൺമുമ്പിൽ കണ്ടൊരു കാഴ്ചയാണ് ഞാൻ. ഒരു സ്റ്റാർ അല്ലെങ്കിൽ പെട്ടെന്നൊരു ഫേമസ് ആവുന്ന ഒരു പരിപാടി. അതെ. അപ്പോൾ ചോദിക്കട്ടെ, മനസ്സിൽ നല്ല സങ്കടം ഉണ്ടായിരുന്നോ? എനിക്ക് സ്റ്റാർ ആവാത്ത എനിക്ക് ആ പടത്തിന്റെ ഒരു ഭാഗമാകാൻ പറ്റില്ലാത്തൊരു സങ്കടം. ഇല്ല, അത് ഓഫ്കോഴ്സ് അഭിമാനമല്ലേ, അടിപൊളിയല്ലേ, പൊളിയല്ലേ. പക്ഷെ അതല്ല, ഞാൻ ആ പടത്തിൽ എനിക്ക് ചാൻസ് കിട്ടിയാണ്. എന്തായാലും കിട്ടിയത് ഒരു ചെറിയ റോൾ എന്തെങ്കിലും കിട്ടിയത്. കാരണം അതിൽ ആലുവക്കാരെല്ലാവരും അഭിനയിച്ചു. ആലുവക്കാരൻ നല്ല കൂട്ടുകാരെല്ലാവരും അഭിനയിച്ച പടമാണ്. അതിൽ അവരുടെ എന്താ പറയുക, നടന്മാരെന്ന് പറഞ്ഞാൽ സോബിനും മിനിയും ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ആ 3 പേരും ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും സോണുകൾ തന്നെ.